പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 13 തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. വചനം പറയുകയാണ്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒരു വചനമാണിത്. മുകളിൽ ഇത് മെയിൻ ഹെഡിങ് തന്നെ പറയുന്നുണ്ട്, ഇടർച്ച വരുത്തരുത്. ഇടർച്ച വരുത്തരുത്. ഇവിടെ വചനം പറയുകയാണ്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. ആദ്യമേ കർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ സഹോദരനെ വിധിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരങ്ങളെ തേജോവധം ചെയ്യുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ് പരത്തുന്നത്? നീ എന്തിനാണ് നിന്റെ സഹോദരങ്ങൾക്കെതിരെ നുണക്കഥകളും ഭീഷണിയും പരദൂഷണവും പറഞ്ഞ് പരത്തുന്നത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരൊറ്റ വചനത്തിൽ, ഒരൊറ്റ വാക്കിൽ തന്നെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, ഇനി നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. എന്ന് പറഞ്ഞാൽ കള്ളക്കഥകൾ പറയുന്ന പരിപാടി നിർത്തണം, ഭീഷണി പറയുന്ന പരിപാടി നിർത്തണം, കുറ്റം വിധിക്കൽ നിർത്തണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുന്ന പരിപാടി നിർത്തണം. ഇതെല്ലാം ഈ ഒരു വാക്കിലുണ്ട്. തന്മൂലം ക്രിസ്തുവിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് 12 തിരുവചനത്തിൽ പറയുമ്പോൾ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് റോമാലേഖനം 14:12 പറയുമ്പോൾ, 13 തിരുവചനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. കണ്ടോ, നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. നമ്മൾ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ. അതിന് ഒരു മാറ്റവുമില്ല. ഇത് അറിയാത്തൊരു വ്യക്തിയല്ല ക്രിസ്ത്യാനി, ഇതറിയാത്ത വ്യക്തിയല്ല സഭയിലെ ഒരു വ്യക്തി. പക്ഷെ പലർക്കും സാധിക്കുന്നില്ല. കാരണം കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും അപവാദം പറയുകയൊക്കെ ചെയ്യുന്ന ചില പൈശാചിക ശക്തികളുടെ അടിമകളായി ഇന്ന് ക്രിസ്ത്യാനി മാറ്റപ്പെട്ടു. മാമോൻ്റെ അടിമകളായി മാറി. മാമോൻ്റെ അടിമകളായി മാറിയതിൻ്റെ പേരിലാണ് 10 കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്നത്. പരദൂഷണത്തിൻ്റെ അടിമ പരദൂഷണം പറഞ്ഞു നടക്കും. മറ്റുള്ളവരെ നിന്ദിക്കുവാനായിട്ടുള്ള ആ പൈശാചിൻ്റെ അടിമയാണെങ്കിൽ അവൻ നിന്ദിച്ചുകൊണ്ട് തന്നെ നടക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. കാരണം എന്താണെന്നറിയാമോ? എല്ലാവരും പരസ്പരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. കാട്ടൊലിവിൻ്റെ മുളയായിരുന്നു നാം ഓരോരുത്തരും. 11 അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 11:17 പറയുന്നുണ്ട്, കാട്ടൊലിവിൻ്റെ മുളയായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് മാമോദിസ എന്ന കൂദാശയിലൂടെ മുറിച്ചെടുത്ത് നാട്ടൊലിവ് തന്നെയാകുന്ന യേശുക്രിസ്തുവിൻ്റെ ശാഖയായി ആ യേശുക്രിസ്തുവിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജീവരസം പറ്റുന്നത് ക്രിസ്തുവിൻ്റെ തായ്തണ്ടിൽ നിന്നാണ്. ആ ജീവരസം പറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ
ഈ ശാഖകളോട് പറയുകയാണ്, പുന്നശാഖകളെ, ശരീരത്തിൻ്റെ അവയവങ്ങളെ, നമുക്കിനിമേലിൽ പരസ്പരം വിധിക്കാതിരിക്കാം. തുടർന്ന് പറയാണ്, സഹോദരൻ ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. സഹോദരന് മാർഗതടസ്സം, സഹോദരങ്ങളുടെ ഒരു മാർഗം ഒരുപക്ഷെ നല്ല മാർഗമായിരിക്കാം, സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാർഗമായിരിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മാർഗമായിരിക്കാം. വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു, അതൊരു മാർഗമാണ്. അങ്ങനെ സൽപ്രവൃത്തി ചെയ്ത് സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മാർഗതടസ്സം വരുത്താൻ പാടില്ല. നീയോ പ്രവർത്തിക്കുന്നില്ല, പിന്നെയോ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ നീ അനുവദിക്കണം. ഇവിടെ പറയണം, മാർഗതടസ്സം സൃഷ്ടിക്കുകയോ ഇല്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ച, നിന്റെ സഹോദരങ്ങൾക്ക് ഇടർച്ച, ജീവിതം കണ്ടു കഴിയുമ്പോൾ തന്നെ ഇടർച്ചയുണ്ടാകും. പല ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടാത്ത ആൾക്കാർ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ പറയാറുണ്ട്, ക്രിസ്ത്യാനിയാകണമെന്നും മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗമാകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടു കഴിയുമ്പോൾ ഈ പണിക്ക് പോകണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയാറുണ്ട്. അതാണ് ഇടർച്ച വരുത്തുന്നത് കൊണ്ട്. ക്രിസ്ത്യാനിയുടെ നല്ല ജീവിതം, ക്രിസ്ത്യാനിയുടെ പരസ്പര സ്നേഹജീവിതം, പരസ്പരം കൂട്ടേടിയും തമ്മിത്തല്ലും കുറ്റപ്പെടുത്തലും വിധിക്കലും കാണുമ്പോൾ ഇങ്ങോട്ട് വരുന്നവരും കൂടി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇടർച്ച വരുത്തരുത്. ദൈവത്തിനു ആത്മപരിശോധന ചെയ്യണമേ. നമുക്കൊരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, പരസ്പരം വിധിക്കാതിരിക്കാമെന്ന്. സഹോദരൻ ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ വരുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ അരുളി ചെയ്ത കർത്താവേ, പരസ്പരം വിധിക്കാതെ, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ബഹുമാനിച്ച്, മാർഗതടസ്സം സൃഷ്ടിക്കാതെ, ഇടർച്ച വരുത്താതെ കൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.